പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് മെയ് 26-ാം തീയതിയാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോഡി ഈ സ്ഥാനത്തെത്തിയിട്ട് 12 വർഷം പൂർത്തിയാവുകയാണ്. 2014 മെയ് മാസം 26-ാം തീയതിയാണ് അദ്ദേഹം ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തത്. 2014 തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് ആദ്യമായിട്ട് കേവല ഭൂരിപക്ഷം കിട്ടിയത്. NDA സർക്കാർ അധികാരത്തിൽ വന്നത്. മുമ്പ് അടൽ ബിഹാരി വാജ്പേയി 3 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട്. പക്ഷേ വാജ്പേയി പ്രധാനമന്ത്രിയായ പോലെ അല്ല മോഡി പ്രധാനമന്ത്രിയായത്. വാജ്പേയിയുടേത് കൂട്ടുകക്ഷി മന്ത്രിസഭയായിരുന്നു. മോഡിയുടെയും തത്വത്തിൽ കൂട്ടുകക്ഷി മന്ത്രിസഭയാണെങ്കിലും BJPക്ക് വലിയ പ്രാമുഖ്യമുള്ള, മോഡിക്ക് വലിയ പ്രാമാണ്യമുള്ള ഒരു മന്ത്രിസഭയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ മന്ത്രിസഭ എന്നൊക്കെ പറഞ്ഞാലും അതിൽ രണ്ട് പേർക്ക് വോയിസുള്ളൂ. ഒന്ന് നരേന്ദ്രമോദിക്കും മറ്റത് അമിത്ഷായ്ക്കും. ഈ രണ്ടുപേരിൽ നിന്നാണ് ഇന്ത്യയുടെ ഭാഗധേയം തീരുമാനിക്കുന്നത്. വേണമെങ്കിൽ നാഗ്പൂരിലുള്ള RSS ഹെഡ്ക്വാർട്ടേഴ്സിനെ കൂടി ഈ കൂട്ടത്തിൽപ്പെടുത്താം. മറ്റു മന്ത്രിമാരൊക്കെ വെറുതെ അവിടെ പോയിരിക്കുന്നത് ഈ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വിളമ്പുന്ന ചായയും അണ്ടിപ്പരിപ്പും കഴിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എങ്ങനെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തി, അല്ലെങ്കിൽ മോഡി ഷാ ടീം, ഈ കഴിഞ്ഞ 12 കൊല്ലത്തിനിടയ്ക്ക് ഇന്ത്യയുടെ ഭാഗധേയം മാറ്റി തീർത്തു എന്നുള്ളതിലേക്കുള്ള ഒരു എളിയ എത്തിനോട്ടമായിട്ട് ഇതിനെ കണക്കാക്കാം. കാരണം ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റുള്ളൊരു വീഡിയോയിൽ രാജ്യത്ത് സമഗ്രമായിട്ടുണ്ടായ മാറ്റത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല.